ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന മൊഡ്യൂൾ 3 ആണ്. ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂളാണിത്. ഓക്കെ, സോ എന്താണ് ഫങ്ഷൻസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ടു മേക്ക് ലാർജ് പ്രോഗ്രാംസ് മാനേജബിൾ, പ്രോഗ്രാമേഴ്സ് ബ്രേക്ക് ദം ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ്. അതായത് ഒരു വലിയ ഒരു പ്രോഗ്രാം, നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാം ഒരു മെയിൻ ഫങ്ഷനുള്ള ഒരു വലിയൊരു പ്രോഗ്രാം നമുക്കുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്കൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അത് ഒരു പ്രോഗ്രാമിനകത്ത് ഒരു 4-5 പ്രാവശ്യം എനിക്ക് ആ ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 4 തവണ നമ്മൾ ആ ഇക്വേഷൻ എഴുതുന്നതിന് പകരം ഒരു തവണ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ 4 പ്രാവശ്യം ആ ഒരു ഫങ്ഷനെ കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം അത് കുറച്ചുകൂടി ക്ലിയർ ആയിക്കോളും. ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പം ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമിൻ്റെ മൊഡ്യൂൾസാണ് ഫങ്ഷൻസ്. ഓക്കെ, ഓരോ ഫങ്ഷനും അതിൻ്റേതായ ഒരു പേര് കാണും, അതിന് ഒരു ഫങ്ഷൻ ഡെഫിനിഷൻ കാണും. ആ ഫങ്ഷൻ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കോൾ ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫങ്ഷൻസിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇത്രയാണ്. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഓൾറെഡി നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വോയിഡ് മെയിൻ എന്ന് പറയുന്നത്, ഈ മെയിൻ എന്ന് പറയുന്ന പേര് നമ്മുടെ ഏത് ഒരു C++ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും മെയിൻ ഒരു ഫങ്ഷൻ മസ്റ്റാണ്. അപ്പം മെയിൻ എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്. അതുപോലെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ശ്രദ്ധിക്കാം. നമുക്കറിയാം, നമ്മൾ ക്ലിയർ സ്ക്രീൻ, ഗെറ്റ് CH, എക്സിറ്റ്, സ്ട്രിംഗ് കോപ്പി, ഇങ്ങനെയുള്ള കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഓൾറെഡി നമ്മുടെ C++ൻ്റെ ഹെഡർ ലൈബ്രറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓൾറെഡി അത് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു ക്ലിയർ സ്ക്രീൻ എന്നൊരു ഫങ്ഷൻ നമ്മൾ കോൾ ചെയ്താൽ ഈ 2 ബ്രാക്കറ്റ് വരുന്ന ഇതിനെല്ലാം നമ്മൾ ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. ക്ലിയർ സ്ക്രീൻ എന്ന് പറയുന്ന ഫങ്ഷന് ഓൾറെഡി ഒരു എയിം ഉണ്ട്. എന്താണ്? നമ്മുടെ കൺസോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ സ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗെറ്റ് CH, നമ്മളൊരു ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് CH യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസറിന് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളൊരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഫങ്ഷൻ ഒരു ഡെഫിനിഷൻ വേണം. എന്താണോ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഫങ്ഷൻ എഴുതുന്നത് ആ കാര്യങ്ങളിലാണ് നമ്മൾ ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫങ്ഷൻ ഡിക്ലറേഷനാണ്. അതായത് ഇങ്ങനൊരു ഫങ്ഷൻ ആ പ്രോഗ്രാമിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ C++ന് കാണിച്ചു കൊടുക്കണം. അതിനെയാണ് ശരിക്കും ഫങ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിക്കോളും. അടുത്തത് ഫങ്ഷൻ കോൾ ചെയ്യണം. നമ്മളൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ഫങ്ഷൻ പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് അതിനെ കോൾ ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതാണ് ഫങ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഇനി ഇതിനെല്ലാം ഓരോ സിൻറ്റാക്സ് ഉണ്ട്. ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ സിൻറ്റാക്സ് ഉണ്ട്. ഡേറ്റ ടൈപ്പ്, നമ്മൾ ആ ഒരു ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ്, അത് ഇൻറ്റിജർ ആവാം, ഫ്ലോട്ട് ആവാം, ക്യാരക്ടർ ടൈപ്പ് ആവാം, ഏത് ടൈപ്പ് ആണെങ്കിലും അതൊരു ഡേറ്റ ടൈപ്പാണ്. ഫങ്ഷനൊരു പേര് വേണം. ഇനി ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നതാണ് ഫങ്ഷനകത്തുള്ള പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് മീൻസ് നമ്മൾ ആ ഫങ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്ന വേരിയബിൾസിനാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പം പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഐഡിയ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി ആ ഫങ്ഷന് നമ്മൾ കേർലി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കേർലി ബ്രാക്കറ്റ് എൻഡ് ചെയ്യുന്നത് വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ആ ഫങ്ഷൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഒരു ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന വേരിയബിൾസിനാണ് ഞാൻ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വോളിയം എന്നൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫങ്ഷൻ്റെ റിട്ടേൺ ടൈപ്പാണ് ഫ്ലോട്ട്. അതിനകത്തേക്ക് ഞാൻ പാസ് ചെയ്ത് കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? A, B, C. ഇൻറ്റിജർ ടൈപ്പിലുള്ള A എന്ന് പറയുന്ന വേരിയബിൾ, ഫ്ലോട്ടിംഗ് ടൈപ്പിലുള്ള B എന്ന് പറയുന്ന വേരിയബിൾ, ഇൻറ്റിജർ ടൈപ്പിലുള്ള C എന്ന് പറയുന്ന വേരിയബിൾ. ഇത് 3ഉമാണ് ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഞാൻ പാസ് ചെയ്ത് കൊടുക്കുന്ന പാരാമീറ്റേഴ്സ്. ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇതൊരു വോളിയം കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ്. V = A × B × C എന്ന് പറഞ്ഞ് വോളിയം കണ്ടുപിടിച്ചാൽ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പാണ് ഫ്ലോട്ടിംഗ്. ഈ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫ്ലോട്ടിംഗ് വേരിയബിൾ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഫ്ലോട്ട് ഒന്നായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ,
ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി ഫംഗ്ഷൻ ഡിക്ലറേഷൻ. നമ്മൾ ഈ ഒരു വോളിയം എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് സിൻടാക്സ് ആയിട്ട് നമ്മൾ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ പേര്, പാരാമീറ്റർ ലിസ്റ്റ്. പാരാമീറ്റർ ലിസ്റ്റിനകത്ത് നമുക്ക് എ എന്നും ബി എന്നും സി എന്നും കൊടുക്കാതെ ജസ്റ്റ് ഫ്ലോട്ട് ഏത് ടൈപ്പ് ആണെന്ന് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ്റെ പേരും പാരാമീറ്റർ ലിസ്റ്റും പാസ് ചെയ്ത് കൊടുത്താൽ ഫംഗ്ഷൻ കോൾ ആവും. ഫോർ എക്സാമ്പിൾ വോളിയം. ഇവിടെ നമുക്ക് വോളിയം എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. ജസ്റ്റ് ആ വോളിയം എന്ന് പറയുന്ന പേര് മാത്രം എഴുതുക. ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഏത് വേരിയബിൾസ് ആണോ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ആണ് LBH എന്ന് പറയുന്നത്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻ്റെ കോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സിമ്പിൾ പ്രോഗ്രാമുണ്ട്. ഫംഗ്ഷൻ്റെ, അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ആ ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വളരെ സിമ്പിൾ പ്രോഗ്രാമാണ്. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിൻറ്റ് ക്യൂബ് ഓഫ് എ ഗിവൺ നമ്പർ യൂസിങ് ഫങ്ഷൻസ്. ഓക്കെ, ഞാൻ ഈ പ്രോഗ്രാം C++ൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, ഇത് ക്യൂബ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഓൾറെഡി ഞാൻ ഇത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് ഓരോ ഭാഗവും നോക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. iostream.h, conio.h, void മെയിൻ എന്ന് പറയുന്നത് ഒരു മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, ആ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ക്ലിയർ സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ്? ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. എന്തെങ്കിലും സ്പെസിഫിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് C++ൽ തന്നെ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ശ്രദ്ധിക്കുക. ഫ്ലോട്ട് ക്യൂബ് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്യൂബ് എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡെഫിനിഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഫംഗ്ഷൻ ഡെഫിനിഷൻ. അത് മെയിൻ ഫംഗ്ഷന് പുറത്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഫ്ലോട്ട് ക്യൂബ്, ഫ്ലോട്ട് എ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഇതെന്താണ്? ഫംഗ്ഷൻ ഡിക്ലറേഷനാണിത്. ദാറ്റ് മീൻസ് ഈ ഒരു സെൻറ്റൻസ് C++ൽ കാണുമ്പോൾ കമ്പൈലറിന് മനസ്സിലാവും ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഇനി ഫ്ലോട്ട് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ്. ഇനി ഈ ബ്രാക്കറ്റിനകത്ത് ഇറങ്ങുന്ന ഫ്ലോട്ട് എന്താണ്? ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഞാൻ പാസ് ചെയ്ത് കൊടുക്കുന്ന ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പാണ്. ഇവിടെ ഞാൻ ക്യൂബ് കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഫ്ലോട്ടിംഗ് ടൈപ്പ് യൂസ് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് ഇൻറ്റിജർ ടൈപ്പ് യൂസ് ചെയ്യാം, തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫംഗ്ഷന് 3 ഭാഗങ്ങളാണുള്ളത്. ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ, ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഈ ഒരു ലൈനാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഇത് കാണുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? ക്യൂബ് എന്ന് പേരുള്ള ഒരു ഫംഗ്ഷൻ ഈ ഒരു പ്രോഗ്രാമിൽ എവിടെയോ എഴുതിയിട്ടുണ്ടെന്ന് കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ കമ്പൈലറിന് മനസ്സിലാവും. ഓക്കെ, ഇനി ഫ്ലോട്ട് എക്സ്. ഇത് എക്സും വൈ എന്ന് പറയുന്ന 2 വേരിയബിൾസ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ഫ്ലോട്ടിംഗ് ടൈപ്പിലുള്ള 2 വേരിയബിൾസ് എക്സും വൈയും ഞാൻ ഡിഫൈൻ ചെയ്തു. Cout എൻ്റർ ദി നമ്പർ. അപ്പോൾ നമുക്ക് കൺസോളിൽ എൻ്റർ ദി നമ്പർ എന്ന് കാണിക്കും. സീൻ എക്സ്, ഞാൻ എൻ്റർ ചെയ്യുന്ന നമ്പർ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആവും. ഇതാണ് ഫംഗ്ഷൻ കോളിംഗ്. y ഈക്വൽ ടു ക്യൂബ് എക്സ്. ക്യൂബ് ബ്രാക്കറ്റിൽ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ക്യൂബ് എന്ന് പറയുന്ന ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലേക്ക് എക്സ് എന്ന വേരിയബിൾ പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നോക്കിയുള്ള ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ്. ഇവിടെയാണ് ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് എക്സ് പാസ് ചെയ്ത് കൊടുക്കുമ്പം ആ എക്സിൻ്റെ വാല്യൂ എവിടെയായിരിക്കും സ്റ്റോർ ആവുന്നത്? ഈ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ പാരാമീറ്റർ ലിസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ടൈപ്പിലുള്ള എ എന്ന് പറയുന്ന വേരിയബിളിലേക്കായിരിക്കും ഈ എക്സ് പോയി സ്റ്റോർ ആവുന്നത്. ഇപ്പം ഈ ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ എയിൽ സ്റ്റോറായി. ഓക്കെ, ഇനി ഈ ഒരു ചെറിയ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ റൺ ആവും. ഫ്ലോട്ട് എൻ, ഞാൻ പുതിയൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു. എൻ എന്ന് പറയുന്ന പുതിയൊരു വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? എ ഇൻറ്റു എ. ദാറ്റ് മീൻസ് ക്യൂബ് ഓഫ് എ. എൻ ഈസ് ഈക്വൽ ടു ക്യൂബ് ഓഫ് എ നമ്മൾ കണ്ടുപിടിക്കും. ഇനി റിട്ടേൺ എൻ, എന്നിട്ട് എൻ റിട്ടേൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് വൈ ഈക്വൽ ടു ക്യൂബ് ഓഫ് എക്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ റിട്ടേൺ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? വൈയിലേക്കായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്ത് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ എക്സ് എടുത്ത് എയിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എൻ കണ്ടുപിടിച്ചു. എന്നിട്ട് എൻ തിരിച്ച് വൈയിലേക്ക് റിട്ടേൺ ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി എന്താണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്?
ക്യൂബ് ഓഫ് ദി നമ്പർ ഈസ് വൈ. വൈയിലുള്ള വാല്യൂ എന്താണ്? എന്നിലുണ്ടായിരുന്ന വാല്യൂ ആണ് ഇപ്പം തിരിച്ച് വൈയിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ നമ്പറിൻ്റെ ക്യൂബാണ്. എ ഇൻറ്റു എ ഇൻറ്റു എ എന്ന് പറയുന്നതാണ് വൈയിൽ ഇപ്പോൾ ഉള്ള വാല്യൂ. ഇനി ഗെറ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ക്യാരക്ടർ നമുക്ക് ആ കൺസോളിൽ നമ്മൾ എന്തെങ്കിലും കീബോർഡിലുള്ള ഏതെങ്കിലും ഒരു കീ ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സിറ്റ് ആവത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഫ്ലോട്ട് ക്യൂബ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഫ്ലോട്ട് എന്ന് മാത്രം എഴുതുക. വേരിയബിൾ ഒന്നും എഴുതിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ സെമിക്കോളൻ ഇടണം. അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ. ഓക്കെ, ഇനി അതിനുശേഷം ഞാൻ എക്സും വൈ എന്ന് പറയുന്ന വേരിയബിൾസ് ഒക്കെ ഡിഫൈൻ ചെയ്തു. വൈ ഈക്വൽ ടു ക്യൂബ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ നേരെ എയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത് കൊടുക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ എയിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു. പിന്നെ പുതിയൊരു എൻ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. എൻ ഈക്വൽ ടു എ ഇൻറ്റു എ ഇൻറ്റു എ, ദാറ്റ് മീൻസ് എ ക്യൂബ്. ഓക്കെ, ഇനി റിട്ടേൺ എൻ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എക്സ് എടുത്ത് എയിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു, എൻ കണ്ടുപിടിച്ചു, തിരിച്ച് ആ വാല്യൂ വൈയിലേക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കും. എന്നിട്ട് വൈ നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ, ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ഫംഗ്ഷൻ്റെ ഒരു ഡിക്ലറേഷൻ വേണം, ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തിരിക്കണം, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കണം. ഓക്കെ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷന് പുറത്താണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാനിതൊന്ന് റൺ ചെയ്ത് കാണിക്കാം. എൻ്റർ ദി നമ്പർ. ഞാനൊരു 5 എൻ്റർ ചെയ്തു. ക്യൂബ് ഓഫ് ദി നമ്പർ ഈസ് 125. ഓക്കെ, അപ്പോൾ അതാണ് ക്യൂബിൻ്റെ പ്രോഗ്രാം. ഈ പ്രോഗ്രാമാണ് ഞാനിപ്പം എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചത്.